ഏവർക്കും നമസ്തേ. സ്നേഹപൂർവ്വം ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള എൻ്റെ ആത്മകഥ, അതിൻ്റെ മലയാളം വെർഷനാണിത്. ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. മറ്റ് ഭാഷകളിലേക്ക് നമ്മളത് തർജ്ജിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒഫീഷ്യൽ നെയിം ഡോക്ടർ ടിറ്റി വർഗീസ്, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്, അധ്യാപികയായിരുന്നു. ആത്മീയ മേഖലയിലും ഇനി രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിക്കാനായിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റാണ്. വിവിധ ബുക്കുകളുടെ ഓഥറുമാണ്. ഈ ഒരു ബുക്ക് ഇതുവരെ വാങ്ങിക്കാത്ത ആളുകൾ, ഒന്നാമത്തെ കേസ് ഞാനതൊരു കൊമേഴ്ഷ്യൽ ബുക്കായിട്ട് ചെയ്തതല്ല. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഈ ഒരു ബുക്ക് വാങ്ങിക്കുവാനും വായിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് പ്രിൻറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു മെയിൻ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഒരു ഓഥർ എന്നുള്ള നിലയിൽ ആരും വന്ന് പറഞ്ഞു തരത്തില്ല. പക്ഷെ ഞാനിത് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ, ഭാഗ്യമുള്ള ആളുകൾക്ക് ലഭിക്കട്ടെ എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. ആദ്യത്തിൽ ഞാൻ സ്പിരിച്വൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട അവിടുത്തെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ, വരച്ച പെയിൻറ്റിങ്ങുകളെ പറ്റിയുണ്ട്. അതുകൂടാതെ തന്നെ പല ആളുകളുടെ ഫോർവേഡ് മെസ്സേജസ് ഉണ്ട്. അതിൽ ഡോക്ടർ വിഷ്ണു മുരളീധരന്, ബിജു സാറ്, അഡ്വക്കേറ്റ് അജിത്, ഡോക്ടർ രാഹുൽ ലക്ഷ്മൺ, ലെനിൻ സാറുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില മെസ്സേജസ് ഉണ്ട്. അധ്യായം 1 എന്താണ് ആത്മീയത, മനുഷ്യ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളത് കൊടുക്കുന്നു. 2 എന്താണ് സൈക്കിക് മീഡിയംഷിപ്പ് എന്നുള്ളത് കൊടുക്കുന്നു. 3 ആത്മാവിൻ്റെ മണ്ഡലം, സ്വർഗം, നരകം തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. 4 ഭഗവത്ഗീതയും ബൈബിളും അനുസരിച്ച് എന്താണ് പുനർജന്മം എന്നുള്ളതിനെ പറ്റിയാണ്. 5 ഒരു വ്യക്തിയുടെ മരണാനന്തരമുള്ള ജീവിതം അവരുടെ ഭൂമിയിലെ ജീവിതത്തെ ആശ്രയിച്ചാണോ എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. 6 നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൊടുക്കുന്നു. 7 ഞാൻ തെരേസ എന്നെ പറ്റി തന്നെയുള്ള ഒരു വലിയ ആമുഖം. 8 ആത്മാക്കളെ കാണുവാനും കേൾക്കുവാനുമുള്ള ഒരു കഴിവ് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ളൊരു ആത്മീയ വ്യക്തിയിലൂടെ വിളവാക്കപ്പെടുന്ന, അതായത് എൻ്റെ ജാതകം അനലൈസ് ചെയ്ത വ്യക്തി എനിക്ക് എന്ത് മെസ്സേജാണോ നൽകിയത് അന്ന്, ഏകദേശം ഒരു 18 വയസ്സൊക്കെ ഉള്ള സമയത്തെ കഥയാട്ടോ. അപ്പോൾ അതിനെപ്പറ്റി കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആത്മീയ ജീവിതത്തിൻ്റെ യാത്രയിൽ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും നമ്മൾ താമസിക്കുന്ന സമയത്ത് ആത്മാക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷനെ പറ്റി കൊടുക്കുന്നു. 10 PhD ഗവേഷക എന്ന നിലയിൽ ലിത്വേനിയയിലെ എൻ്റെ ജീവിതവും 2017 എൻ്റെ പ്രിയപ്പെട്ട പപ്പ മരിച്ചതിനെ പറ്റിയും ഒക്കെയാണ് കൊടുക്കുന്നത്. 11 പൈൻ മരങ്ങൾക്കിടയിലൂടെ എന്നെ ഉറ്റുനോക്കിയുള്ള വൃദ്ധനെ പറ്റി നൽകുന്നു. 12 ഒരു സാധാരണ മനുഷ്യൻ എന്തുകൊണ്ട് ആത്മാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുവാൻ ശ്രമിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കണം എന്നുള്ളതിനെ പറ്റി കൊടുക്കുന്നു. 13 2018 എൻ്റെ കുളിമുറിയിൽ വന്ന ഒരു സ്ത്രീയുടെ ആത്മാവിനെ ഈ പുസ്തകം രചിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷം വീണ്ടും 2023 ഞാൻ കാണുമ്പോഴുള്ള ഒരു അവസ്ഥയെ പറ്റിയാണ് കൊടുക്കുന്നത്. 14 ആത്മാക്കൾ പ്രത്യക്ഷപ്പെടുന്നതിനെ ഗൗരവമായിട്ട് ഞാൻ കാണുവാനും മനസ്സിലാക്കുവാനും തുടങ്ങിയതിനെ പറ്റി കൊടുക്കുന്നു. 15 ബിജു സാറിനെ കണ്ടതിനെ പറ്റി കൊടുക്കുന്നു. 16 2017 മരിച്ച എൻ്റെ പപ്പയുടെ ആത്മാവ് 2021 ഓഗസ്റ്റ് 31 ചങ്ങനാശ്ശേരിയിൽ കിടന്നുറങ്ങിയ എൻ്റെ മമ്മിയുടെ മൊബൈൽ ഫോണിൽ നിന്നും 17 തവണ വീഡിയോ കോളിൽ വിളിച്ചതിൻ്റെ വിത്ത് എവിഡൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതുകൊണ്ട് 17 എങ്ങനെ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളിൽ സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി കൊടുക്കുന്നു. 18 എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റി കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് 19ാമത്തെ അധ്യായം മുതൽ പലപ്പോഴും ക്ലയൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ അതിൽ സ്ലോവേക്കിയയിൽ നിന്നൊക്കെയുള്ള ഒരു മുത്തശ്ശൻ്റെ ആത്മാവ് വെളുത്തുള്ളി റൊട്ടിയൊക്കെ നീട്ടി സ്വന്തം വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ച ഒരു കഥയുണ്ട്. 20 അവിചാരിതമായി തങ്ങളിൽ നിന്ന് വിയോഗം ചെയ്തു പോയ ഇളയ സഹോദരിയുമായിട്ട് സംസാരിക്കുവാനായിട്ട് എന്നെ സമീപിച്ച ഒരു ജ്യേഷ്ഠത്തിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. അവരൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു 1 മാസത്തിന് മുമ്പ് കൊച്ചിയിൽ കണ്ടു. എന്ത് പറയാനാണ്, ഇങ്ങനെയാണ് ജീവിതം. 21 കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ 2 പ്രിയപ്പെട്ടവരെ കാണുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളുടെ കേസുണ്ട്. അമ്മയും മകനും
അവരുടെ പ്രിയപ്പെട്ട പുളിമരവും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി പറയുന്നുണ്ട്. ഏഴിലം പാല എപ്രകാരമാണ് ഒരു സ്കേറി ഫീച്ചറായിട്ട് നമുക്ക് ചുറ്റും കാണുന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്നു. കാർഡിയോമയോപ്പതി മൂലം ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് നൽകിയ മെസ്സേജസ് അത് പറയുന്നു. 25 കോവിഡ് മൂലം മരണമടഞ്ഞ ഭർത്താവിൻ്റെ ആത്മാവുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിച്ച ഭാര്യയും അറ്റ് ദ സെയിം ടൈം അത് 3 പ്രധാനപ്പെട്ട ദൈവികമായിട്ടുള്ള ശക്തികളുടെ അനുവാദം അതിന് വേണം. അത് ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഹൃദയസ്തംഭനത്താൽ മരണമടഞ്ഞ ഭർത്താവിൽ നിന്ന് ലഭിച്ച മെസ്സേജ് ഒരു ഭാര്യയ്ക്ക്. എൻ്റെ ആസ്ട്രൽ ട്രാവലിനെ പറ്റിയൊക്കെയാണ്. സർവശക്തനായിട്ടുള്ള ഈശ്വരനെ കണ്ടുമുട്ടിയതിനെ പറ്റിയുള്ള അനുഭവങ്ങളാണ്. അധ്യായം 27. ഈശ്വരനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലത് എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വളരെ സിൻസിയറായിട്ട് റൈറ്റായിട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക നമ്മളീ കാണുന്ന സോക്കോൾഡ് ആളുകളൊക്കെ തന്നെ ഉണ്ടല്ലോ, അതിൽ റിയാലിറ്റി വ്യത്യാസമാണ്. ഞാൻ കൂടുതൽ ഫർദർ അതിനെപ്പറ്റി പറയുന്നില്ല, പക്ഷേ റിയാലിറ്റി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ദെൻ ഹസ്ബൻഡ് ഡോക്ടർ വിഷ്ണു സാറിന് അടുക്കളയിൽ പൂട്ടിയിട്ട ഒരു കേസുണ്ട്. അത് അവിടെ വെച്ചാണ് 5 ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ആത്മാവ് ഏട്ടാ എന്ന് നീട്ടി വിളിക്കുന്ന ഒരു കാര്യം. അത് ഞാൻ ഈ ഇവൻറ്റ്സ് വെക്കുന്ന സമയത്ത് കൊച്ചിയിലും അതേപോലെ തിരുവനന്തപുരത്തൊക്കെ ഇവൻറ്റ്സ് വെക്കുന്ന സമയത്ത് ആ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം. പിന്നെ എൻ്റെ പപ്പയായിട്ടുള്ള ആദ്യത്തെ ആശയവിനിമയം, അതുകൂടാതെ ഒരാത്മാവിന് പുനർജനിക്കുവാൻ എത്ര വർഷങ്ങൾ വേണ്ടി വരുമെന്നുള്ളതിനെ പറ്റിയുണ്ട്. ആത്മാവിൻ്റെ ലോകത്തിലേക്കുള്ള എൻ്റെ യാത്രയും ഞാൻ വരച്ച പെയിൻറ്റിങ്ങുകളെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. അധ്യായം 33 ഈശ്വരൻ്റെ പ്രത്യക്ഷപ്പെടലും അദ്ദേഹം എനിക്ക് നൽകിയ സന്ദേശങ്ങളും. ഇത്രയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ പാർട്ടിലുള്ളത്. ഞാൻ പറഞ്ഞു ഓൾറെഡി. അത് 2022 നവംബർ 12 വരെയുള്ള കാര്യം മാത്രമേ ഈ ഓട്ടോബയോഗ്രഫിയിലുള്ളൂ. അതിനുശേഷം ഇത്രയും വർഷങ്ങളിൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ കാണുന്ന സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട നമുക്ക് ലഭിക്കുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് ഇമ്മൻസാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അടുത്ത ബുക്കിൽ സംസാരിക്കാം. അത് എഴുതുവാനായിട്ടും അത് ഇനിയും ഡിലേ ഇല്ലാതെ തീർക്കുവാനും നിങ്ങളേവരും പ്രാർത്ഥിക്കും. അപ്പോൾ ബുക്കുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആമസോൺ വേൾഡ് വൈഡ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇ ബുക്കായിട്ടുണ്ട്, പേപ്പർ ബാക്കായിട്ടോ ഹാർഡ് കവറായിട്ടോ പ്രിൻറ്റ് ബുക്കായിട്ടോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബുക്ക് പ്രൈസ് 795 പ്ലസ് അതിൻ്റെ കൊറിയർ ഫീസ് എത്രയാണോ അതാണ്. ബുക്ക് വാങ്ങിക്കേണ്ട ആളുകൾ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. കുറച്ച് കോപ്പിയും കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യും. താങ്ക് യു.